ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എസ് പി ഡിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. എസ് പി ഡി ഫിറ്റ് ചെയ്യുമ്പോൾ നേരത്തെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എസ് പി ഡി ഫിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് എസ് പി ഡി ക്ലാസ് 1 and 2 ആണ് വരിക. അതായത് ഇത് ഹാവൽസിൻ്റെ എസ് പി ഡി ആണ്. ഏകദേശം ഒരു 13 റുപ്യ ആവറേജ് റേറ്റ് വരുന്നൊരു എസ് പി ഡി ആണ്. അപ്പോൾ 3 ഫേസ് എസ് പി ഡി ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ എസ് പി ഡി വെക്കുന്ന സമയത്തേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DBൻ്റെ ഉള്ളിലൊന്നും കൊണ്ടുവന്ന് വെക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മളെ വീടിൻ്റെ ഉള്ളിലത്തെ DB ഉണ്ടല്ലോ, അതിൽ കൊണ്ടുവന്ന് വെക്കാതെ നമ്മളൊരു സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ, അതായത് ഈ വയറിൻ്റെ ലെങ്ത്ത് അധികം കൂടിക്കഴിഞ്ഞാൽ നമുക്കിത് വെക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എത്രയും നമ്മൾക്ക് ഏത് ഏരിയയിലാണ് വരുന്നത് ആ ഭാഗത്ത് മാത്രമായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ ഈ കാണുന്ന പോലെ ഇതാണ് ഇവിടുത്തെ മീറ്റർ ബോർഡ് വരുന്നത് കേട്ടോ. ഈ മീറ്റർ ബോർഡിൽ നിന്ന് നേരെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഈ എസ് പി ഡി വെക്കാൻ പോകുന്നത്. ഞാൻ എന്താ നേരത്തെ പറഞ്ഞ പോലെ DBൻ്റെ ഉള്ളിൽ, അതായത് വീടിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ സേഫാണ്. നിങ്ങൾക്ക് വീടിൻ്റെ ഉള്ളിൽ മീറ്ററിന് ഒരു ഒരു മീറ്ററിൻ്റെ അകലത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെക്കാം. അല്ലാതെ ഒരുപാട് ഇവിടുന്ന് വയർ വലിച്ചിട്ട് നിങ്ങൾ DBൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് യാതൊരു പ്രയോജനം വരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എസ് പി ഡി എപ്പോഴും പുറത്ത് വെക്കുന്നതാണ് ഏറ്റവും സേഫ്. അത് നിങ്ങൾ മീറ്റർ ബോർഡിൻ്റെ തൊട്ടടുത്ത് തന്നെ വെക്കുക. ചില മീറ്റർ ബോർഡിൽ സ്പേസ് ഉണ്ടാവും അങ്ങനെ എസ് പി ഡി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴും സേഫ് മീറ്റർ ബോർഡിൻ്റെ അടുത്ത് വെക്കാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വെക്കുന്നതുകൊണ്ട് സേഫ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. വീടിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ ദൂരം കൂടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്രോപ്പറായി വർക്കിംഗ് കണ്ടീഷൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും മീറ്റർ എവിടെയോ അവിടുന്ന് എത്ര സപ്ലൈ, ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, ഇവിടുന്ന് ഇതിൽ നിന്ന് സപ്ലൈ പോകുന്ന വയർ ഏകദേശം 1 മീറ്ററിൻ്റെ അകത്തേ വരുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും എടുത്ത് വെക്കണം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അന്ന് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എസ് പി ഡി എടുക്കുമ്പോൾ ഏതാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വീടുകൾക്കൊക്കെ ആണെങ്കിൽ ക്ലാസ് 1 and 2 ആണ് എടുക്കേണ്ടത്. അതാണ് ഏറ്റവും നല്ലത്. അതായത് സർജിൽ നിന്ന് വരുന്ന പ്രൊട്ടക്ഷൻ, അതായത് നമുക്ക് ഹൈ വോൾട്ടേജിൽ വരുന്ന ഡിവൈസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ലൈനിൽ കൂടി വരുന്ന ഡിവൈസിലൊക്കെ വരുന്ന ഹൈ പ്രൊട്ടക്ഷനിൽ ഹൈ വോൾട്ടേജിൽ ലൈൻ വരുമല്ലോ, അപ്പോൾ അത് നമുക്ക് ഇതിൽ തടയാൻ ഒന്നുകൂടി കാരണമാണ്. പിന്നെ ഇടിമിന്നൽ വരുന്ന സമയത്തും ഇതേപോലെ ഹൈ ലൈനിൽ കൂടി കയറി വരുന്ന വോൾട്ടേജ് നമുക്കിതിൽ എസ് പി ഡിയിൽ ക്ലാസ് 1 and 2 തടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ എസ് പി ഡിയുടെ ഇത് വരുന്നത്. പിന്നെ ഈ എസ് പി ഡിയിൽ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 1, 2, 3, 4 കാറ്ററിജിനാണ് വരുന്നത്. അപ്പോൾ ഇതിൽ കൊടുക്കേണ്ടത് 3 ഫേസാണ്. അതായത് 3 ഫേസ് ആയതുകൊണ്ട് 3 ഫേസും ഒരു ന്യൂട്രലാണ് വരിക. LNDയിൽ വേറെ മോഡലാണ് വരിക. ഓരോ കമ്പനിയും ഓരോ സ്പെസിഫിക്കേഷൻ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. എർത്ത് പ്രോപ്പറായിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത്, എർത്ത് ഇതിൻ്റെ മോൾ ഭാഗത്താണ് വരിക കേട്ടോ. LNDയിൽ നേരെ താഴ്ഭാഗത്താണ് എർത്ത് വരിക. അപ്പോൾ ഇതിൽ മൊത്തം 4 കാറ്ററിജാണെന്നല്ല പറഞ്ഞല്ലോ. അപ്പോൾ ഈ 4 കാറ്ററിജിന് നമുക്ക് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഇതിലൊരു ഗ്രീൻ കളർ, ഇപ്പോൾ ഇത് സേഫാണ്. ഇപ്പോൾ ഗ്രീൻ കളർ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇത് കുറേ കാലം ഒരു നല്ല ലൈറ്റ്നിങ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ ഇത് പെട്ടെന്ന് ഡാമേജ് ആവും. അപ്പോൾ നമുക്ക് ഓരോ കാറ്ററിജിന് നമുക്ക് മാറ്റാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നല്ല രീതിയിൽ ഇവിടെ അധികം വീടോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം പാടവക്കാണ്. അപ്പോൾ അത്യാവശ്യം ലൈനിൽ ഇടിമിന്നൽ ഏറ്റിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഇവിടുത്തെ വീടിൻ്റെ ഉള്ളിൽ ഒരുപാട് എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലത്തെ എക്യുപ്മെൻസൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവും. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് ഇതേപോലെ എസ് പി ഡി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എസ് പി ഡിയുടെ പ്ലാനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത് നമ്മളിവിടെ ഒരു കുത്തി പൊളിച്ച് വെച്ചതാണ്. പിന്നെ ഇതിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൊടുക്കുമ്പോൾ പലർക്കും കുറേ മിസ്റ്റേക്കുകൾ വരാറുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ ഐഡിയയിലായിരിക്കും കൊടുക്കുക. ഞാൻ കൊടുത്ത ഐഡിയ എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ മീറ്റർ ബോർഡിൻ്റെ തൊട്ടടുത്താണ് കൊടുക്കുന്നത്. ഒരിക്കലും വീടിൻ്റെ ഉള്ളിൽ ഈ സാധനം കൊടുക്കാറില്ല. അത് കുറച്ച് ദൂരത്ത് മാറി വെച്ചിട്ട് യാതൊരു കാര്യമില്ല. അത് സേഫായിട്ട് നിങ്ങൾ പുറത്ത് തന്നെ വെക്കായിരിക്കും നല്ലത്. പിന്നെ ഇതിൽ ഓരോന്ന് ലൈന് അത് 3 ഫേസാണ് കൊടുക്കേണ്ടത്. ഈ മോൾ ഭാഗത്താണ് എർത്ത്, നേരത്തെ പറഞ്ഞ പോലെ LNDയിലൊക്കെ വരുന്ന താഴ്ഭാഗത്താണ്, അടിഭാഗത്ത് ന്യൂട്രാണ്. പിന്നെ ഉള്ളത് ഈ സാധനമാണ്. ഈ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന 3 സ്ക്രൂ ഉണ്ടോ, ചെറിയ സംഭവം, ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്കിത് ഊരെടുക്കാം കേട്ടോ. ഇത് ഊരെടുത്തിട്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാറ്ററിജ് വന്നതിൻ്റെ ഗ്രീൻ കളറ്, ഇതിൻ്റെ കറക്റ്റായിട്ട് ഗ്രീൻ കളറാണ് കത്തുന്നത്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ആരും ശ്രദ്ധിക്കില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ വേണമെങ്കിൽ ഇൻഡിക്കേഷൻ കൊടുക്കാം. നേരത്തെ നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു റെഡും ഒരു ഗ്രീനുമാണ് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഈ കുറേ കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് കംപ്ലൈൻ്റ് ആണോ ഇല്ലയെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. മറ്റേതാകുമ്പോൾ നമുക്ക് ഇത് തുറന്ന് നോക്കിയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിങ്ങനെ വരുമ്പോൾ ഈ റെഡ് കളർ കത്തിക്കഴിഞ്ഞാൽ ഇത് ഡാമേജ് ആണ്, ഈ ഗ്രീൻ കളർ കത്തിക്കഴിഞ്ഞാൽ സേഫാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഇതിൻ്റെ
ഇൻഡിക്കേറ്റർ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മീറ്റർ ബോർഡ് അയച്ചിട്ട് ഹോൾ അടിച്ചിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടണം. അപ്പോൾ ഇതിലേക്ക് കൊടുക്കേണ്ടത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ കണ്ടോ, ഇതിൽ ഡ്രോയിങ് അവർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്നോ ഇതിൽ ഡ്രോയിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 2 പോളിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് 2 പോളിലും 3 പോളിലൊക്കെ 4 പോളിലൊക്കെ ഇതേപോലെ തന്നെ 3 ഹോളുള്ളതാണ് വരിക. ഇതിലിപ്പോൾ 11 എപ്പോഴും ഫേസ് ആണ്. നമുക്ക് സെൻറ്ററിൽ വരുന്ന ഫേസ് കൊടുക്കുക. MCB തൊട്ടായി ഫേസ്. 12 എപ്പോഴും ഗ്രീൻ വയറാണ്. 12 ഗ്രീനാണ് വരിക കേട്ടോ. ഗ്രീൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കത്തിക്കൊണ്ടിരിക്കും. ഇത് കാറ്ററിജിൻ സേഫാണ്. SPD ഉണ്ടോ, ഇത് കാറ്ററിജിൻ SPD കാറ്ററിജിൻ ഓക്കെ ഡൺ. അപ്പോൾ അതുകൊണ്ട് ഈ 12 ഗ്രീനും ഈ പറഞ്ഞ പോലെ 11 ഫേസ് ആയതുകൊണ്ട് ടച്ച് ആയി കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. നേരെ മറിച്ച് ഇവിടെ ഇത് മാറ്റണം. SPD കാറ്ററിജിൻ റീപ്ലേസ്മെൻറ്റ് എന്ന് എഴുതി കണ്ടോ, അതിപ്പോൾ 11ഉം 14ആണ് കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ റെഡ് വയർ 14 കൊടുക്കുക. 11 ഫേസ് ആണ്. അപ്പോൾ അത് കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ഇത് ഊരിയാൽ തന്നെ നമുക്കത് ആ ഗ്രീൻ റെഡ് ഇൻഡിക്കേഷൻ കത്തിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനാണ് നമ്മൾ ഇൻഡിക്കേഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ഇൻഡിക്കേറ്ററിന് മാത്രമല്ല, ഇപ്പോൾ 3 ഫേസിൻ്റെ മോട്ടറൊക്കെ ഉണ്ടെങ്കിലേ ചില ഫാക്ടറിയിലൊക്കെ SPD വഴി സെപ്പറേറ്റ് ചെയ്ത് വെച്ചെടുത്തുണ്ടാവും. അപ്പോൾ കാറ്ററിജിൻ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ മോട്ടർ വർക്ക് ചെയ്യില്ല. അതിന് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു കോണ്ടാക്ടർ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ. അത് നമുക്ക് ഇവിടെ ആവശ്യം വരുന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ SPD ഏത് ടൈപ്പാണ് എടുക്കേണ്ടതെന്ന്. അപ്പോൾ അതിന് നമ്മൾ വീടുകൾക്ക് വേണ്ടത് ഇതിൽ ടൈപ്പ് ക്ലാസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈപ്പ് ക്ലാസ് എന്ന് പറയുമ്പോൾ 1, 2 എന്ന് എഴുതിയിട്ടുണ്ട്. ക്ലാസ് 1 and 2 ആണ് നമുക്ക് SPD വീടുകൾക്ക് വേണ്ടത് കേട്ടോ. പിന്നെ ഞാൻ ഈ SPDക്ക് ഒരു 8 dB വെച്ചിരുന്നത്. ശരിക്കും SPD മാത്രം വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ കൂടെ തന്നെ SPDൻ്റെ കൂടെ തന്നെ ഒരു ഐസൊലേറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. പലരും ഞാനായി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഐസൊലേറ്റർ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഐസൊലേറ്റർ വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഇതിൻ്റെ ഔട്ട് എടുത്തിട്ടാണ് ഇതിലേക്ക് കൊടുക്കുക. ഇവിടുന്ന് ലൂപ്പ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഔട്ട് എടുത്ത് കൊടുക്കുക. സപ്പോസ് ഈ കാറ്ററിജും കംപ്ലൈൻ്റ് ആയി, അപ്പോൾ നമുക്ക് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ എർത്ത് ലീക്ക് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഓഫായി കഴിഞ്ഞാൽ അത് ബൈപ്പാസ്സായി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബന്ധം ഉണ്ടാവില്ല. പിന്നെ ഒരു മെയിൻ്റനൻസ് വർക്കിനൊക്കെ ഒന്നുകൂടി യൂസ്ഫുൾ ആണ്. അത് വരാതിരിക്കാൻ വേണ്ടി ഒരു ഐസൊലേറ്റർ വെച്ച് കൊടുക്കണം പറഞ്ഞത്. അപ്പോൾ ഇത് വേണമെന്നെങ്കിൽ ഓണായി കഴിഞ്ഞാൽ ഓണായി, അത് ഓഫായി കഴിഞ്ഞാൽ ഓഫായി. ഓഫാക്കാൻ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കാറ്ററിജിൻ ചിലപ്പോൾ നമുക്ക് കിട്ടാനൊക്കെ കുറച്ച് സമയം പിടിക്കും. മനസ്സിലായോ? ഈ കാറ്ററിജിൻ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റെഡ് കളർ കത്തുകയാണെന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഐസൊലേറ്റർ ഓഫായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് സപ്ലൈ പോകില്ല. അപ്പോൾ ഒരു ലീക്കേജോ ഒന്നും അങ്ങനെ പെട്ടെന്ന് വരില്ല. SPD കംപ്ലൈൻറ്റ് ആകുമ്പോഴാണ് ഒരു സർജ് വന്ന് താഴ്ഭാഗത്തേക്ക് പോവുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇത് ലീക്കേജ് ആയിട്ട് എക്സ്പെൻസ് ആയിട്ട് കറണ്ട് ബില്ലും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ നമുക്കിത് ഓഫായി കഴിഞ്ഞാൽ ഈ സംഭവം കട്ട് ഓഫ് ആവുന്നതാണ് കേട്ടോ. ഇത് ഓണായി കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. പിന്നെ അന്ന് വീഡിയോ ചോദിച്ചപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ എന്തിനാണ് ഇതിന് പകരം ഒരു 4 പോളിൻ്റെ MCB വെച്ചാൽ പോരാ. അത് MCB വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ഇടിയൊക്കെ പെട്ടുന്ന സമയത്ത് ചിലപ്പോൾ അത് ഷോർട്ടായി ചിലപ്പോൾ ട്രിപ്പായി കഴിഞ്ഞാൽ നമ്മളറിയില്ല. പിന്നെ അത് പൊക്കാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഐസൊലേറ്ററാണ് എൻ്റെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. MCB ഞാൻ എന്തായാലും എനിക്കത് നല്ലതായിട്ട് തോന്നുന്നില്ല. കാരണം ഒരു ഷോർട്ടേജ് ആയി കഴിഞ്ഞാൽ ഒരു ട്രിപ്പാവേ. പിന്നെ അതുമല്ല, എവിടെയെങ്കിലും ഒരു ലൈനിൽ എന്തെങ്കിലും ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അത് ട്രിപ്പാവും. അപ്പോൾ പിന്നെ അത് കാറ്ററിജിൻ്റെ ഈ SPD പവർ വരാതിരിക്കുമ്പോഴൊക്കെ ഇടങ്ങേറാണ്. ഇപ്പോൾ ഇടി വെട്ടുന്ന സമയത്തൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ലോഡ് ഹൈ പവറിൽ എന്തെങ്കിലും ലോഡ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നിട്ട് ട്രിപ്പ് ആവലായിരിക്കും. പിന്നെ രണ്ടാമത് ഇടി വെട്ടുമ്പോൾ പിന്നെ ഇത് ട്രിപ്പായി കിടക്കും. ഇടി വെട്ടുമ്പോൾ അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് വരികയാണെങ്കിൽ ഇത് ട്രിപ്പായി കിടക്കും. പക്ഷേ ക്ലൈൻറ്റ് ചിലപ്പോൾ അറിഞ്ഞൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ കോപ്പർ 2 നമ്മളിവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ കോപ്പറിനെ നമ്മൾ നേരെ നല്ല ഹാർഡായിട്ടുള്ള സ്ലീവ് ഇട്ടിട്ട് ഈ മോൾ ഭാഗത്ത് കൊടുക്കും. ഈ കാണുന്ന ഭാഗത്താണ് നമ്മൾ എർത്ത് കൊടുക്കുന്നത്. മറ്റേത് 3 ഫേസ് ഇങ്ങനെ ഇവിടുന്ന് ലൂപ്പ് ചെയ്ത് കൊടുക്കും. ഈ ഫേസ് ഒരുപാട് ദൂരത്തേക്ക് വയർ ചുറ്റി വെക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇതിലേക്ക് പോകുന്ന ഫേസ് ഉണ്ടല്ലോ, അത് ഒരുപാട് ചുറ്റി വെക്കൊന്നും വേണ്ട. നേരിട്ടിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ ഇതിലേക്ക് വരുന്ന വയറിന് ഒരുപാട് ചുറ്റി വെക്കേണ്ട ആവശ്യം വരുന്നില്ല. നേരിട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ, നേരെ കൊടുക്കുക. നേരെ DBയിലേക്ക് വന്നിട്ട് മീറ്റർ ബോർഡിലേക്ക് വന്നിട്ട് മീറ്റർ ബോർഡിൻ്റെ നമ്മളെ ഓൺ ഓഫ് സ്വിച്ചിൻ്റെ മേളിൽ കൊടുത്താൽ. ഒരുപാട് ചുറ്റി വെക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, നല്ല പവറിൽ ഹൈ വോൾട്ടേജും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും വയർ കമ്മിയാക്കിയിട്ട് കൊടുക്കുക. SPDയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ, മറ്റുള്ള കാര്യങ്ങളല്ല. SPD കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാണ് ഒന്നുകൂടി ബെറ്റർ വരുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഇതിൽ എർത്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ എർത്ത് കൊടുക്കുന്നത് വേറെ എവിടെയും ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സെപ്പറേറ്റ് പ്ലേറ്റ് എർത്തിങ്ങാണ് പോകുന്നത്. ഈ കോപ്പർ നേരെ നമ്മളവിടെ ആ കാണുന്ന ഭാഗത്താണ് അതിൻ്റെ കുഴി വെച്ചിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ അവിടെ വെള്ളമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, വെള്ളം നിറഞ്ഞു. ഇപ്പോൾ അവിടെ ഈ കാണുന്ന കുഴിയിലാണ് വരിക. ഇവിടെ കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആകുമ്പോൾ നമുക്ക് അതിലേക്ക് ആണ് ഇത് കൊണ്ടുപോകുന്നത്. ഒരു കാരണവശാലും വീടുകളുടെ എർത്തിലേക്ക് ഒരിക്കലും ഇത് കണക്ട് ചെയ്യാൻ പാടില്ല. വീടുകളിലേക്കുള്ള എർത്തിൽ എന്താ കണക്ട് ചെയ്യേണ്ടതെന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സർജ് വരുമ്പോൾ ഇത് എർത്ത് വഴി ഡിസ്കണക്ട് ആവും. അതായത് ആ സർജിന് നേരെ നമ്മൾ താഴ്ഭാഗത്തേക്ക് കൊടുക്കുമ്പോൾ ആദ്യം വരുന്ന സർജ് ഉണ്ടാവും ഇതിലേക്കാണ് പിടിക്കുക. വീടിൻ്റെ ഉള്ളിലത്തെ ഉപകരണങ്ങൾക്കൊന്നും വരില്ല. എർത്ത് വീടുമായി ലിങ്ക് ചെയ്യുമ്പോൾ എന്താണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ സർജ് തന്നെ നേരെ വീടിൻ്റെ ഉള്ളിൽ പോയിട്ട് എർത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തുണ്ടാവും, ഇപ്പോൾ ഫ്രിഡ്ജ് ഉണ്ടാവും, TV ഉണ്ടാവും, AC ഉണ്ടാവും, ഇതൊക്കെ അടിച്ചു പോകും. അപ്പോൾ നല്ല സർജ് വരികയാണെങ്കിൽ അപ്പോൾ ഇപ്പോൾ നമ്മളിത് വെച്ചിന് യാതൊരു ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എർത്ത് വീടുമായിട്ടുള്ള DBയിലോ ഒന്നിലൊന്നും കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇത് സെപ്പറേറ്റ് ആയിട്ട് എർത്ത് ഇട്ടിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനടിഭാഗത്തൊരു DB വെച്ചിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഈ വീട്ടിലേ ഒരുപാട് ഗാർഡൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ കുറച്ചധികം ഉണ്ട്. അപ്പോൾ ഇത് രണ്ടാമത് റിനോവേഷൻ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പുറത്തൊരു ഇതേപോലെ ഒരു DB വെച്ചിട്ട് RCCB, അതേപോലെ ഒരു ഔട്ട് ഹൗസ് വരുന്നുണ്ട്. ഔട്ട് ഹൗസിലേക്ക് പോകുന്ന സപ്ലൈയും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു ഗേറ്റ് ഓട്ടോമേഷനാണ്. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് ഇവർക്ക് ഉള്ളിൽ വെക്കാൻ പറ്റില്ല, കാരണം ഉള്ളിൽ പണിയെല്ലാം കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളിലാണ് വരുന്നത്. പുറത്ത് DB വെച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ബാക്കിയുള്ള പണി കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാം. എന്തായാലും നല്ല രീതിയിൽ മഴ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇന്നത്തെ ദിവസം പറഞ്ഞാൽ ഫുള്ള് മഴയാണ്, നിന്നിട്ടേ ഇല്ല. അപ്പോൾ ഉള്ളിൽ അവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിട്ടുള്ളൊരു ഏരിയ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സൈറ്റാണിത്. കാരണം അധികം ഒരു ഒറ്റപ്പാട് ബഹളമൊന്നുമില്ല. 4 പുറം പാടം, തൊട്ടപ്പുറത്ത് കുളം, നല്ലൊരു ഏരിയ ആണ് കേട്ടോ. ഞാൻ കുളത്തിൻ്റെ അവിടെ നിന്ന് എന്തായാലും ഞാൻ വീഡിയോ ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുളത്തിൻ്റെ അവിടെ എത്തി കേട്ടോ. കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല, ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. കാരണം ഫ്രണ്ട് ക്യാമറ കൂടെ എടുക്കുന്നത് തരാം. ഇതാണ് കുളം വരുന്നത് കേട്ടോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കലങ്ങിയിരിക്കുന്നു. വെള്ളം അടിപൊളി മഴയാണ്. അതാണ് കുളം ഇങ്ങനെ അയക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ എന്തായാലും വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് വീഡിയോസ് വരാൻ കിടക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ നേരത്തെ അവിടുന്ന് വൈൻഡപ്പ് ചെയ്യുന്ന വീഡിയോ എടുത്താണ്. അപ്പോൾ അതിൻ്റെ മൈക്കിടെ ചാർജ് കഴിഞ്ഞപ്പോൾ വോയിസ് കട്ടായിട്ടോ. അതാണ് ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരുപാട് വീഡിയോസ് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വീഡിയോസ് നമുക്ക് വരാൻ കിടക്കുന്നുണ്ട്. നിലവിൽ എടുത്തു വെച്ചാൽ തന്നെ ഒരുപാട് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉടനെ അതിൻ്റെ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് ഇപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് 2 ദിവസം കൂടുമ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ 2 ദിവസം കൂടുമ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കറക്റ്റ് 9 മണിക്കാണ് അപ്ലോഡ് ചെയ്യുന്ന ടൈം കേട്ടോ. അപ്പോൾ എല്ലാവരും ഫ്രീ ആയിരിക്കുന്ന ടൈം 9 മണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ടൈം ഞാൻ ചേഞ്ച് ചെയ്യണോ വേണോ എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ 8 മണിക്കാക്കണോ അതോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈം കുറച്ച് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫുൾ വീഡിയോ കറക്റ്റായിട്ടാണ് നിങ്ങൾ പറയുന്ന ടൈമിൽ വേണമെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ആണെങ്കിൽ ഞാൻ ഇതേപോലെ തന്നെ ടൈം കണ്ടിന്യൂ ആയിട്ട് 9 മണിക്ക് രാത്രി 9 മണിക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഷോർട്ട് വീഡിയോ ഞാൻ ടൈം നോക്കുന്നില്ല. ഞാൻ ഓരോ വൈകിട്ടാണ് ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്യാറ്. അത് നിങ്ങൾ കാണാറുണ്ടാവും. ഫുൾ വീഡിയോയുടെ ടൈമാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും അധികം വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ. ഹാരിസ്.